ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ കപ്പക്കുഴയാണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കപ്പപ്പുഴുക്കെന്നാണ് പറയുന്നത്. അതിനായി 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അതിനുശേഷം കപ്പ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലെടുക്കണം. അതിലേക്ക് കപ്പയിട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ച് എടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ ഈ കപ്പ ചെറിയ കയ്പുള്ള കപ്പ ആയതുകൊണ്ട് നമ്മൾ ആ വെള്ളം മാറ്റിയിട്ട് വീണ്ടും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പയുടെ കയ്പെല്ലാം പോയി കിട്ടും. അങ്ങനെ ചെയ്തു നോക്കണം. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിക്കണം. കപ്പ നന്നായി വെന്ത് വരുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരണ്ടിയത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയല്ല, ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇത് ചേർത്ത് നന്നായി ചതച്ച് മാറ്റി വെക്കണം. തേങ്ങ ഒന്ന് മിക്സിയിൽ ഒരു തിരിച്ചാൽ മതി. ഇടയ്ക്ക് കപ്പ വെന്തോന്ന് നോക്കി കൊടുക്കാം. കപ്പയെല്ലാം 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. അത് നന്നായി ചതച്ച് മാറ്റി വെക്കുക. അതിന് ശേഷം ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും നന്നായി കല്ലിലിട്ട് ചതച്ചെടുക്കണം. കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ ഒന്നിച്ചിട്ടിരിക്കുന്നത്. കുറേശ്ശെ ചതച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അതിൽ കിടക്കില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചതച്ചെടുക്കണം. മിക്സിയിൽ അടിക്കണ്ട, ചതച്ചെടുത്താൽ മതി. മിക്സിയിലാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ അരഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനാണ് കല്ലിലിടിക്കുന്നത്. ഇനി കടുക് വറുക്കാനായിട്ട് കടുക് 1 സ്പൂൺ, 4 മുളക്, ഉണക്കമുളക്, കറിവേപ്പില, അതിൻ്റെ കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് തേങ്ങയും ഒതുക്കിയത് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. തേങ്ങ അവസാനം ചേർത്ത് കൊടുക്കാം. കപ്പയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രം, ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഉണക്കമുളക്, ഞാൻ ഉണ്ടമുളകാണ് ചേർത്തിരിക്കുന്നത്, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അതേസമയം തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. കപ്പയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കപ്പ വെള്ളം കളയുന്നതിന് മുമ്പായിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്തതാണ്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ഇളക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. തേങ്ങയെല്ലാം എല്ലാ സ്ഥലത്തും പിടിക്കണം. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കണം. അതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി അരപ്പെല്ലാം കപ്പയിലെല്ലാം മിക്സ് ചെയ്ത് ആവുന്നത് വരെ ഇളക്കണം. ഇത്
വെന്ത് കുഴഞ്ഞു പോകുന്ന ടൈപ്പ് കപ്പയല്ല. അങ്ങനത്തെ കപ്പയാണെങ്കിൽ നന്നായിട്ട് ഇത് നന്നായിട്ട് ഇളകി വരും. കപ്പ കുഴച്ചതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.